ഹലോ. അപ്പോൾ ഇന്നൊരു ടാറ്റു ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളി കുറേ നാളായിട്ടൊരു ടാറ്റു അടിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ തന്നെ ഒരു ലൈഫ് സ്റ്റോറി പുള്ളി ടാറ്റു ചെയ്യുന്ന ആൾക്ക് ഡിസൈൻ കൊടുത്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് ഇങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം കണ്ടത്. അത് ഇങ്ക് ചെയ്തിട്ട് ആ ഒരു പേപ്പറിൽ ഒട്ടിച്ച് നമ്മൾ ഈ കയ്യിൽ ചെയ്യുന്നതാണ് കാണുന്നത്. കണ്ടാൽ അറിയാം പേടിച്ചിരിക്കുകയാണ്. ടാറ്റു ചെയ്യുമ്പോഴേക്കുള്ള വേദന നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എത്രത്തോളം ഉണ്ടെന്ന് പുള്ളിക്ക് അറിയില്ല. സോ ആ ഒരു പേടിയിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ടാറ്റു അടിക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ അധികം വീഡിയോ എടുത്തില്ല, കാരണം പുള്ളി ഈ ടാറ്റു അടിക്കുമ്പോഴേക്കും വേദനിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോക്കസ് പോവുമോ എന്നൊക്കെ എനിക്കൊരു പേടി കാരണം ഞാൻ വീഡിയോ ഒന്നും തുടക്കത്തിലെടുത്തില്ല. പക്ഷേ ഒന്ന് ടാറ്റു അടിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഒന്ന് കംഫർട്ടായി. വേദന ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ നമുക്ക് നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു വേദന മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് കണ്ടപ്പോൾ പേഴ്സണലി തോന്നിയത്. വേദന ഇല്ലെന്ന് പുള്ളി പറയുമെങ്കിലും നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് അടിക്കാം, ഉണ്ടായിട്ടും ഇല്ലെന്ന് പറയുന്നതായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, അത്രയും വേദന ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സഹിക്കാൻ പറ്റുന്നൊരു ടൈപ്പ് വേദനയാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് ടാറ്റു ചെയ്യുന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ. വളരെ ക്ലീനായിട്ട് ഗ്ലൗസൊക്കെ ഇട്ട് ഏകദേശം 5 മണിക്കൂറോളം എടുത്താണ് നമ്മൾ ഈ ടാറ്റു അടിച്ചത്. അപ്പോൾ ഈ ടാറ്റു ഒരു 3 hours കൊണ്ട് തീർക്കുമെന്നും പറഞ്ഞാണ് നമ്മൾ ആക്ച്വലി പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടൈം എടുത്താണ് പുള്ളി ആക്ച്വലി ചെയ്തത്. അത്രയും ഡീറ്റെയിൽഡായിട്ട് ഓരോ കാര്യവും വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്കത് നോക്കുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ ഒരു ഫൈനൽ ടാറ്റു നമുക്കത് കാണുമ്പോഴേക്കും മനസ്സിലാവും. അത്രയും ഒരു സൂക്ഷിച്ചാണ് പുള്ളി ആ ടാറ്റു ചെയ്തെടുക്കുന്നത്. അപ്പം അങ്ങനെ ഏകദേശം 5 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല, ആഹാരമൊന്നും കഴിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ടാറ്റു കംപ്ലീറ്റ് തീർക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കാര്യം പോട്ടെ, ഈ ടാറ്റു ചെയ്യുന്ന ആൾ നോക്കുകയാണെങ്കിൽ ആ കസേര തന്നെ പുള്ളി ഇരിക്കുകയാണ്. ഈ 5 മണിക്കൂറും ഒരിടത്തും ഇടിക്കാതെ ഇരിക്കുകയാണ്. സോ അങ്ങനെ ഫൈനലി ടാറ്റു കംപ്ലീറ്റായി. ഇപ്പോൾ ചെറിയൊരു തടിപ്പുണ്ട് ടാറ്റു അടിച്ചിരിക്കുന്ന ഒരു പോർഷൻസിൽ, പക്ഷേ സാരമില്ല, അത് നോർമലാണ്. കാരണം 2 ദിവസം കഴിയുമ്പോഴേക്കും അത് ഓക്കെ ആവും. പിന്നെ കുളിക്കാൻ പാടില്ല ഈ 2 ദിവസം, അല്ലെങ്കിൽ വെള്ളം വീഴാൻ പാടില്ല ആ ഒരു പോർഷൻസിൽ മാത്രം. എനിവേ പുള്ളിയുടെ ഒരു ആഗ്രഹം അവസാനം സാധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ കാറിലാണ് നമ്മൾ ഈ ടാറ്റു അടിക്കാൻ വേണ്ടി പോയത്. ഇപ്പോൾ ടാറ്റു അടിക്കാൻ വേണ്ടി പോയത് നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 24 to 30 കിലോമീറ്റേഴ്സിൽ അടുപ്പിച്ചാണ് നമ്മൾ ഈ ടാറ്റു അടിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ തിരിച്ച് വന്നപ്പോഴേക്കും നമുക്ക് ചെറിയൊരു പണി കിട്ടി. കാരണം ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് ഇതിനകത്ത് ചാർജ്, നമുക്ക് തിരിച്ച് വീടെത്താനുള്ള ചാർജ് ആക്ച്വലി ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി നല്ല പേടിച്ചാണ് വന്നത്. കാരണം ഇതെൻ്റെ ചേട്ടൻ്റെ കാറാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ചാർജ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടിയില്ല. നമ്മളൊരു വീട്ടിൽ ചാർജ് ചെയ്തു, നമ്മുടെ ഒരു ഫ്രണ്ട് ചേച്ചിയുടെ വീട്ടിൽ ചാർജ് ചെയ്ത് നോക്കി, പക്ഷേ അതിൽ നിന്ന് ചാർജ് കയറിയില്ല. അതിൽ നിന്ന് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ആ ചേച്ചിയുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നല്ല ലാവിഷായിട്ട് തിരിച്ചിറങ്ങിയപ്പോഴാണ് ചാർജ് കയറിയിട്ടില്ല. സോ അങ്ങനെ നമ്മൾ കാർത്തിക ഹോട്ടലിൽ ചാർജൊക്കെ കയറ്റി തിരിച്ചൊരു ബേഫ് റൂട്ടിൽ ഒരു ലൈമും കുടിച്ച്